ശക്തമായ മഴയിൽ പാലക്കാട് പട്ടാമ്പി നഗരത്തിലെ റോഡുകളിൽ ഗർത്തങ്ങൾ രൂപപ്പെട്ടതോടെ ഗതാഗതക്കുരുക്കും രൂക്ഷമായി. വലിയ കുഴികളിൽ വാഹനങ്ങൾ അകപ്പെടുന്നത് നിത്യസംഭവമാണ്. ഇരുചക്ര വാഹന യാത്രക്കാരാണ് കൂടുതലും അപകടത്തിൽപ്പെടുന്നത്. ഗതാഗതക്കുരുക്കിൽ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാർ ഏറെ വലയുകയാണ്. പട്ടാമ്പിയെ സംബന്ധിച്ചിടത്തോളം വ്യാപാരമാന്ദ്യം ഏറ്റവും രൂക്ഷമായ ഈ സന്ദർഭത്തിൽ പട്ടാമ്പി പരിസരത്തിലേക്ക് ഇറങ്ങുന്ന ഉപഭോക്താക്കളൊക്കെ തന്നെ പട്ടാമ്പിയിലെ ഈ റോഡിന്റെ ശോചനീയാവസ്ഥ കാരണം ഉണ്ടാകുന്ന റോഡ് ബ്ലോക്ക് അത് കാരണം പട്ടാമ്പിയിലേക്ക് തന്നെ വരാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പട്ടാമ്പി യൂണിറ്റ് ഈ ഒരു പ്രതിഷേധ സമരം സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ മഴക്കാലം വരുന്നതിന്റെ മുന്നേ തന്നെ ഉണ്ടായിട്ടുള്ള കുഴികളാണ്. ആ കുഴികളൊന്ന് അടയ്ക്കാൻ അധികൃതരെ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇത്രയും വലിയ ഗതാഗത കുരുക്കുന്ന നമ്മുടെ നാടിനെ നമുക്ക് രക്ഷിക്കാൻ പറ്റുമായിരുന്നു. ഇത് പലതരത്തിലുള്ള രാവിലെ സ്കൂളിലേക്ക് പോകുന്ന വിദ്യാർത്ഥികളുണ്ട്, ജോലിക്ക് പോകുന്നവർ, ആശുപത്രിയിലേക്ക് പോകുന്നവർ, അങ്ങനെ എല്ലാ തരത്തിലുള്ള ജനങ്ങളും വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടാണ്. മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന ബ്ലോക്ക് ഈ പട്ടാമ്പി ടൗണിൽ പലപ്പോഴായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ ഈ കുഴികൾ എത്രയും പെട്ടെന്ന്, ഇനി ടാറ് എന്നുള്ളതൊക്കെ ഈ ഒരു മഴക്കാലത്ത് പ്രായോഗികമല്ല എന്നാണ്, കുറച്ച് കോൺക്രീറ്റ് ഇട്ടിട്ടെങ്കിലും ആ കുഴികൾ അടച്ചിട്ടുള്ള ഒരു ഇത് ചെയ്തു തന്നിരുന്നുവെങ്കിൽ ആളുകൾക്ക് വലിയ രീതിയിലുള്ളൊരു സഹായകരാവും. കാലവർഷം ശക്തി പ്രാപിച്ചതോടെ ഇടുക്കി മൂന്നാർ ഗ്യാപ്പ് റോഡിലുണ്ടായ യാത്രയും ആശങ്ക നിറഞ്ഞതായി. മണ്ണിടിച്ചിൽ സാധ്യത ഉള്ളതിനാൽ ഗ്യാപ്പ് റോഡിലൂടെയുള്ള യാത്രയ്ക്ക് ജില്ലാ ഭരണകൂടം നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. മണ്ണിടിച്ചിൽ സാധ്യതയേറെയുള്ള പ്രദേശങ്ങളിലൊന്നാണ് ഇടുക്കി മൂന്നാർ ഗ്യാപ്പ് റോഡ്. മുൻവർഷങ്ങളിൽ മഴ കനത്ത സാഹചര്യങ്ങളിൽ ഗ്യാപ്പ് റോഡിൽ മണ്ണിടിച്ചിൽ സംഭവിച്ചിരുന്നു. ഈ മഴക്കാലം ആരംഭിച്ച ശേഷവും ഗ്യാപ്പ് റോഡിൽ നേരിയ തോതിൽ മണ്ണിടിഞ്ഞിരുന്നു. മൂന്നാർ മേഖലയിൽ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ ഗ്യാപ്പ് റോഡിലൂടെയുള്ള യാത്രയ്ക്ക് ജില്ലാ ഭരണകൂടം നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. 2017 ദേശീയപാത നിർമ്മാണം ആരംഭിച്ച ശേഷം ഇതുവരെ ചെറുതും വലുതുമായ 6 മലയിടിച്ചിലുകളാണ് ഗ്യാപ്പ് റോഡിൽ സംഭവിച്ചിട്ടുള്ളത്. 2023 ജൂലൈ 7-നാണ് അവസാനം ഗ്യാപ്പ് റോഡിൽ വലിയ മലയിടിച്ചിലുണ്ടായത്. 30 മീറ്റർ ഭാഗത്താണ് അന്ന് മലയിടിഞ്ഞത്. 2019 നിർമ്മാണ പ്രവർത്തനങ്ങൾക്കിടയിലുണ്ടായ മലയിടിച്ചിലിൽ 2 തൊഴിലാളികളും ഒരു മണ്ണുമാന്തി യന്ത്രവും മണ്ണിനടിയിൽപ്പെട്ടിരുന്നു. അതിൽ ഒരാളുടെ മൃതദേഹം മാത്രമാണ് അന്ന് കണ്ടെത്തിയത്. 2019-ലും 2020-ലും വലിയ തോതിൽ മണ്ണിടിഞ്ഞ് ഗ്യാപ്പ് റോഡിന് താഴ്ഭാഗത്ത് വലിയ കൃഷിനാശവും സംഭവിച്ചിരുന്നു. ന്യൂസ് 18 മൂന്നാർ. കാലവർഷത്തെ തുടർന്നുണ്ടായ രൂക്ഷമായ കടലാക്രമണത്തിൽ കോഴിക്കോട് കാപ്പാട് തീരദേശപാത കടലെടുത്തു. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് പുതുക്കിപ്പണിത ഭാഗമാണ് വീണ്ടും കടലെടുത്തത്. കടലാക്രമണം തടയുന്നതിനായി പ്രദേശത്ത് പുലിമുട്ട് നിർമ്മിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. 2 ദിവസമായി തുടരുന്ന രൂക്ഷമായ കടലാക്രമണത്തിലാണ് കൊയിലാണ്ടി കാപ്പാട് തീരദേശപാത തകർന്നത്. വഴിയുടെ 3 ഭാഗങ്ങളിലായി വലിയ കുഴികൾ രൂപപ്പെട്ടിട്ടുണ്ട്. റോഡിന്റെ സംരക്ഷണത്തിനായി തൂവപ്പാറയിൽ നിർമ്മിച്ച കടൽഭിത്തികളുടെ അടിഭാഗം പൂർണ്ണമായി കടലെടുത്തു. മഴ കനത്താൽ റോഡ് പൂർണ്ണമായി ഒലിച്ചുപോകുന്ന നിലയാണ്. കാപ്പാട് വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്കും കൊയിലാണ്ടി ഹാർബറിലേക്കുമുള്ള പ്രധാന പാതയാണ് തകർന്നത്. അപകടാവസ്ഥയെ തുടർന്ന് വാഹന ഗതാഗതം തടഞ്ഞിരിക്കുന്നതിനാൽ മത്സ്യത്തൊഴിലാളികളടക്കം വലിയ യാത്രാ ദുരിതമാണ് നേരിടുന്നത്. 6 മാസം പോലെ ബ്ലോക്ക് ഇതേമാതിരി ഇപ്പം യാത്ര മണിക്ക് കിടക്കല്ലേ. അന്നേരം പക്ഷേ കോറി വേസ്റ്റ് ഇട്ട പ്രക്ഷോഭമൊക്കെ ആയിട്ട് കോറി വേസ്റ്റ് ഇട്ടു. അന്നേരം പറഞ്ഞു ഇത് അടുത്ത പുതിയ റോഡ് വരുന്ന പറഞ്ഞു. പുതിയ റോഡ് ഇപ്പോൾ വരുന്ന നാളെ വരുമോ ഇല്ലല്ലോ. അതാ പറയാം. അതിപ്പോൾ ഞങ്ങൾ ചോദിച്ചാൽ പറയാം 9 ലക്ഷം റുപ്യ ഉള്ളൂ. അതുകൊണ്ട് ഒരു ഇത് ചെയ്യാൻ താൽക്കാലികമായിട്ട് ഇങ്ങനെ അടക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ചോദിച്ചാൽ അവരോട് നിങ്ങൾ ഈ പടിഞ്ഞാറ് ബ്ലോക്ക് ചെയ്യാതെ ഇങ്ങനെ കോറി വേസ്റ്റ് മാത്രം ഇട്ടുകൊണ്ട് അടുത്ത ജൂൺ ജൂലൈ വരുമ്പോൾ കടലെടുക്കൂലേ എന്ന് പറയാം. അതാ പറഞ്ഞാൽ അത് താൽക്കാലികമാണ്, പുതിയ റോഡ് വരുന്ന പറഞ്ഞത്. അപ്പോൾ അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. റോഡ് തകർന്നതോടെ പുറംലോകവുമായുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ട അവസ്ഥയിലാണ് നാട്ടുകാർ. കുട്ടികളെ സ്കൂളിലയക്കാനും ആശുപത്രിയിൽ പോകാനുമൊക്കെ ചുറ്റിക്കറങ്ങണം. കൊയിലാണ്ടി ബൈപ്പാസിൽ ഗതാഗതക്കുരുക്ക് വരുമ്പോൾ വാഹനങ്ങൾ വഴിതിരിച്ചുവിടുന്നതും ഇതിലെയായിരുന്നു. മത്സ്യത്തൊഴിലാളികൾക്ക് ഹാർബറിൽ പോകണമെങ്കിൽ 3 മണിക്ക് എണീച്ചിട്ട് ഇവർ പോകണം. ഒരു വണ്ടിക്ക് പോകാൻ ഇവർക്ക് സാധിക്കണം. അതിനിപ്പം സാധിക്കുന്നില്ല. ഇപ്പം പോകണമെങ്കിൽ ചുറ്റി വളഞ്ഞ് ഹൈവേ കൂടി പോയിട്ട് അവിടെ ബ്ലോക്ക് പിടിക്കും. കടലിൽ ചെല്ലുമ്പോഴേക്കും അവിടെ മത്സ്യം ഉണ്ടാവില്ല. ഒരു കൂട്ടർക്ക് മത്സ്യം കിട്ടും, ഒരു കൂട്ടർക്ക് കിട്ടൂല. അങ്ങനെയൊക്കെയുള്ള അവസ്ഥയാണ് ഇവിടെ വരുന്നത്. കടലാക്രമണത്തിൽ റോഡുകൾ തകരുന്നത് ഇവിടെ പതിവാണ്. 3 മാസം മുമ്പ് ഇതേ ഭാഗം ലക്ഷങ്ങൾ മുടക്കി അറ്റകുറ്റപ്പണികൾ നടത്തിയിരുന്നു. ഇവിടമാണ് വീണ്ടും തകർന്നിരിക്കുന്നത്. പുലിമുട്ട് നിർമ്മിച്ചാൽ മാത്രമേ റോഡിനെ തകർച്ചയിൽ നിന്ന് രക്ഷിക്കാൻ കഴിയൂ എന്ന് നാട്ടുകാർ പറയുന്നു. കഴിഞ്ഞ തവണ റോഡ് തകർന്നപ്പോൾ മരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് അടക്കം സ്ഥലത്തെത്തി ഉറപ്പ് നൽകിയിട്ടും പാലിക്കപ്പെട്ടില്ല. ന്യൂസ് 18 കോഴിക്കോട്.